ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നോക്കാം. Already he said what he has said, and I think this chapter is over because he has resigned from the Youth Congress. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അത് അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ശബ്ദരേഖയും അങ്ങേയറ്റം ക്രൂരനായ ഒരു പെൺകുട്ടിയോടല്ല, ഒരു മനുഷ്യനോട് പോലും പറയരുതാത്ത മര്യാദഘട്ട വർത്താനങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാടൻ വിജയമടക്കം അടുത്ത കാലത്ത് കേരളം കണ്ടൊരു രാഷ്ട്രീയ വളർച്ച ഒരു പാഴ്മരമായിരുന്നു എന്ന് സംശയലേശം എന്നെ എക്സ്പോസ്ഡ് ആവലാണ്. നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണമെന്നാണ് കരുതുന്നത് എന്ന ചോദ്യത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെ പതിഞ്ഞു കിടക്കുന്നത് ഒരു പെൺവേട്ടക്കാരന്റെ ശബ്ദം മാത്രമല്ല, എൻറൂട്ടഡ് ക്രിമിനാലിറ്റിയാണ്. ഇനിയും വരാനിരിക്കുന്നു ശബ്ദ സന്ദേശങ്ങൾ, ചാറ്റുകൾ, ഒരു പ്രവാഹമെന്നാണ് കേൾവി. ആരോപണമെന്ന് പോലും പറയാനാവാത്തവണ്ണം തെളിവുകളുടെ കൂമ്പാര മധ്യത്തിൽ CPM-ലേക്ക് നോക്കൂ, അവിടെ മുകേഷ്, BJP-യിലേക്ക് നോക്കൂ, അവിടെ ബ്രിജുഭൂഷണും യെദ്യൂരപ്പയും എന്ന താരതമ്യത്തിൽ ഇനിയും സംരക്ഷിക്കാനാകുമോ പാലക്കാട് MLA? രാജിവെക്കാൻ തയ്യാറല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുമോ? രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വഴി എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഷനൂബ് VR, ശ്രീ VK സനോജ്, ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ, സുപ്രീം കോടതി അഭിഭാഷകർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ അനൂപിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖയുടെ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. ഇത് ലൈഫിൽ ഉറപ്പായും ബാധിക്കും, എന്റെ ലൈഫ് തകരും എനിക്കറിയില്ലേ. തന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകരത്തില്ല, ഉറപ്പായും തകരും. തകരുന്ന പണിയാ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ലോ. എടോ, എനിക്ക് തന്നെ ഒന്ന് കാണണം. പൊട്ടിപ്പൊളി, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എടോ, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ. തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യ? തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല. ഷനൂബ് VR, ഇത് ഏതെങ്കിലും തരത്തിൽ എന്താണ് പ്രണയം, പല പ്രണയങ്ങൾ, കിടപ്പറവങ്കടലൊന്നുമല്ല. ഇതൊരു ക്രൂരനായ മനുഷ്യന്റെ രാക്കാല സംഭാഷണങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ക്രൂരനായ മനുഷ്യൻ ഗർഭിണിയായ ഒരു സ്ത്രീയോടെന്നല്ല, ഒരു മനുഷ്യനോട് പോലും സംസാരിക്കരുതാത്ത രീതിയിലുള്ള അങ്ങേയറ്റം മനസാക്ഷി വിരുദ്ധമായ, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരാളുടെ, ഒരു സാമൂഹ്യ വിരുദ്ധനെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളുടെ ശബ്ദമാണ്. ഇനിയും കോൺഗ്രസിന് ഇയാൾ MLA സ്ഥാനത്ത് തുടരണോ വേണ്ടേ എന്നതിൽ കൺഫ്യൂഷൻ എന്തിനാണ് ഷനൂബ് VR? ഹാഷ്മി, ഈ നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ MLA ആണ്, നിയമസഭാ കക്ഷി അംഗമാണ്. ഇന്നലെ വരെ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റല്ല. രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് അണികളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുള്ള ആളാണ്. അത് രാഹുലിന് കിട്ടിയ രാഷ്ട്രീയമായ പിന്തുണയാണ്. രാഹുലിനെ രാഷ്ട്രീയമായി എതിരാളികൾ ആക്രമിച്ച സന്ദർഭങ്ങളിലെല്ലാം പാർട്ടി പ്രവർത്തകർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയമായ പിന്തുണയാണ്. രാഹുൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കും. ഇതൊന്നും ഒരു ബ്ലാങ്ക് ചെക്കല്ല. രാഹുലിൻ്റെ കാര്യത്തിലല്ല, ആരുടെ കാര്യത്തിലായാലും എന്തും ചെയ്യാനുള്ള ബ്ലാങ്ക് ചെക്കായി ഇതിനെ കാണേണ്ടത് ില്ല. ഇത് രാഹുൽ എന്നല്ല ഒരു വ്യക്തിയുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാരം, സ്വകാര്യ ചെയ്തികളുടെ ഭാരം ഒരു സംഘടനയും വഹിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഹുൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ് കൊടുത്ത അധ്യക്ഷ പദവി, കോൺഗ്രസ് കൊടുത്ത MLA സീറ്റ്, അതിൽ വിജയിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ കഠിനാധ്വാനങ്ങൾ, ഷാഫി പറമ്പിലിന്റെ വിശ്വാസം, VR അടക്കമുള്ളവർ കൊടുത്ത പിന്തുണ ഒക്കെ ദുരുപയോഗം ചെയ്യുകയായിരുന്നില്ലേ? നിങ്ങളെയൊക്കെ വഞ്ചിക്കലായിരുന്നില്ലേ? VR, എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം, ഇനിയും ഇയാൾ MLA സ്ഥാനത്ത് ഇരിക്കണോ, പുറത്തേക്ക് കൊണ്ടുപോകണോ
എന്ന കാര്യത്തിൽ കോൺഗ്രസിന് കൺഫ്യൂഷൻ എന്തിനാണ്? ഒരു കൺഫ്യൂഷനില്ല ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം, ഞാൻ ആ ചർച്ചയിലേക്ക് വരാം. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് പബ്ലിക് ഡൊമൈനിൽ ഇത്തരമൊരു ചർച്ച വന്ന സന്ദർഭത്തിൽ ഒരു പരാതിക്കാരി പേര് പോലും പറയാതെ ചില സൂചനകൾ മാത്രം നൽകിയ സന്ദർഭത്തിൽ UDF പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാൻ, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയുടെ നേതാവ് VD സതീശൻ, നിയമസഭാ കക്ഷിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞു. ഏത് ഉന്നതനായ നേതാവായാലും സംരക്ഷിക്കാൻ നിൽക്കില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പാർട്ടി നടപടി എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് ആ സമയത്ത് FIR ഇട്ടിട്ടില്ല. ഇപ്പോൾ വനിതാ കമ്മീഷന്റെ കേസെടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തതായ വാർത്തകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും വനിതാ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തില്ല ഹാഷ്മി. ഞങ്ങൾ ഒരിക്കലും എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം ഈ പറഞ്ഞ കേസോ സാങ്കേതികതയോ അതിന്റെ അന്വേഷണമോ ഒന്നുമല്ല. ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങൾ അതിൽ സംസാരിക്കുന്ന രാഹുലല്ല. ഞാൻ പറയുന്ന ഈ പുറത്തു വരുന്ന 100,000 ചാറ്റുകൾ പോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെസ്സഞ്ചറിലേക്ക് രാക്കാലങ്ങളിൽ പോയി പ്രായം നോക്കാതെ അയക്കുന്ന ഈ പറഞ്ഞ സന്ദേശങ്ങൾ പോട്ടെ, ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങൾ ഇന്നലെയും ഇന്നുമായി പുറത്തു വരുന്ന ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ രാഹുലിൻ്റെതല്ല എന്ന നിലപാട് CVR അനൂപിനുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അത് പറയേണ്ടത് രാഹുലാണ്. രാഹുൽ ഇതുവരെ പറയുന്നത് ഇന്നിപ്പോൾ അവിടെ വാർത്താ സമ്മേളനം വിളിച്ചു റദ്ദാക്കുകയും ചെയ്തു. അത് കൗണ്ടർ ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നതുകൊണ്ടാണല്ലോ ആ റദ്ദാക്കൽ. പക്ഷെ VR അനൂപ് എത്രത്തോളം ഒരു മനസാക്ഷി വിരുദ്ധനായ ഒരാളാണ് പാലക്കാട് MLA ആക്കി വെച്ചിരിക്കുന്നത്. കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഒരു ദിവസം വൈകാതെ VR അനൂപ്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളെ മുൻവിധികളോടുകൂടി സമീപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അതിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോട് അനുഭാവപൂർണമായ സമീപനം അവരെ കേൾക്കണമെന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ മനുഷ്യാന്തസ്സിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഞങ്ങളെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഹാഷ്മി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇരകളായ മനുഷ്യർ, അത് ട്രാൻസ്ജെൻഡർ ആയാലും വനിതകളായാലും, അവർ അനുഭാവപൂർവ്വം കേൾക്കും. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞത് കേട്ടതല്ല. അവരെ അപഹസിക്കാൻ പാടില്ല, അവരെ അപമാനിക്കാൻ പാടില്ല. സൈബർ കൂട്ടങ്ങൾ മാത്രമല്ല, അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരായാലും അവർക്കെതിരെ പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ഇൻകറക്റ്റ് ആണെന്ന് തന്നെ പറയും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. രാഷ്ട്രീയമായി അനൂപ്, ഇതിൽ രാഷ്ട്രീയ ആരോപണമാണെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ സംശയമില്ല. അത് രാഷ്ട്രീയ ആരോപണം അല്ലെന്നുള്ളതും ഇതൊക്കെ വസ്തുതകളാണെന്നുള്ളതും പുറത്തു വരുന്നതിനേക്കാൾ കൂടുതൽ മലവെള്ളം പോലെ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ കോൺഗ്രസിന് വളരെ നന്നായി അറിയാം. അതിപ്പോൾ ഈ പറഞ്ഞ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ സിനിമാ നടി പുറത്തു വന്ന് പറയുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ കോൺഗ്രസിന് വളരെ നന്നായി അറിയാം. അത് VD സതീശന് അറിയാം, ഷാഫി പറമ്പിലിന് അറിയാം. എന്നിട്ടും ഈ വളർച്ചയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ വളവിട്ട് കൊടുത്തു. ശരി, കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ അടിയന്തരമായി ഇയാളെ പുറത്തേക്ക് ആനയിക്കാനുള്ള വാക്കുകളല്ലേ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇന്ന് ഷാഫി പറമ്പിലിനോട് ചോദിക്കുന്നു, ഷാഫി പറമ്പിലും ഇതേ FIR-ല്ലോ കേസിലോ എന്നാണോ പറയണ്ടേ? ഏതെങ്കിലും തരത്തിൽ ഡിഫൻസ് ഇല്ലാത്തവണ്ണം എക്സ്പോസ്ഡ് ആയി നിൽക്കലാണ് നിങ്ങളുടെ MLA ശ്രീ VR അനൂപ്. ഒരിക്കലുമില്ല ഹാഷ്മി. ഞങ്ങൾ സാങ്കേതികത്വത്തിൽ ഊഞ്ഞാലാടാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് എന്താ? ഹാഷ്മി കേട്ടതല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ? 1ാം ഘട്ടം കഴിഞ്ഞു, അടിയന്തരമായി പുതിയ ഡെവലപ്മെന്റ്സിനനുസരിച്ച് പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കുന്നേ. ഞങ്ങൾക്ക് ആർക്കും ആരെയും സംരക്ഷിക്കാൻ പരിരക്ഷിക്കേണ്ട ബാധ്യതയില്ല. ഞാൻ ആദ്യ ദിവസത്തെ ചർച്ച മുതൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഹാഷ്മി. ഇവിടെ ഈ ഞങ്ങളുടെ നേതാവിനെതിരെ ഒരു ഗർഭത്തിന്റെ ആരോപണം വന്നാൽ ആ ഗർഭം പാർട്ടി വിരുദ്ധമാണെന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ VB ചെറിയാൻ പറഞ്ഞ കാര്യം അങ്ങനെ പറയുന്ന ആളുകളല്ല. ഈ ഗർഭം പാർട്ടിയുടെ ഗർഭമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയോ പാർട്ടി വിരുദ്ധമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുകയോ ചെയ്യില്ല. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായി നിലപാടെടുക്കും. ആദ്യഘട്ട നടപടി എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് അനുസരിച്ച് അതിനോട് സക്രിയമായി തന്നെ പ്രതികരിക്കും. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധിയുടെ മനുഷ്യാന്തസ്സിന്റെ രാഷ്ട്രീയം, സ്ത്രീകളാകട്ടെ ട്രാൻസ്ജെൻഡർ ആകട്ടെ ഇരകളാക്കപ്പെട്ട ദുർബലരാക്കപ്പെട്ട മനുഷ്യരെ കേൾക്കുക, അവരെ അപമാനിക്കാതിരിക്കുക, അവരെ അപഹസിക്കാതിരിക്കുക. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ CVR അനൂപ്? അത് പാർട്ടി ഈ ചർച്ചയിലിരുന്നു കൊണ്ട്, ഹാഷ്മിക്ക് അറിയാം, ഈ ചർച്ചയിലിരുന്നു കൊണ്ട് അത് പറയേണ്ട ഒരാൾ ഞാനല്ല. പക്ഷെ കേരളത്തിൽ ഇന്ന് പറയാൻ ഏറ്റവും അധികാരപ്പെട്ട മനുഷ്യനാരാ? പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ അംഗമാണെങ്കിൽ അതിന്റെ നേതാവ് എന്ന് പറയുന്നത് ശ്രീ VD സതീശനാണ്. അദ്ദേഹം UDF പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാനാ. അദ്ദേഹം വളരെ കൃത്യമായി ഈ തുടക്കം മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് ഹാഷ്മിക്ക് അറിയാം, എനിക്കും അറിയാം. ഈ കാര്യത്തിൽ മാതൃകാപരമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ശരി, ഉല്ലാസ് ബാബു, ഇവിടെ ബ്രിജ്ഭൂഷൺ യാദവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രജ്വൽ രേവണ്ണ ഈ പറയുന്ന വേട്ടക്കാരനെന്ന് അറിഞ്ഞുകൊണ്ട് JDU സീറ്റ് കൊടുക്കുമ്പോൾ തടയാതിരുന്ന കാര്യത്തിലെ സമീപനം ഉണ്ടാവില്ല എന്നാണ് VR അനൂപിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വ്യക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു കേസ് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു, അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. VD സതീശൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തേക്കുള്ള രാജിയല്ലാതെ നിവൃത്തിയില്ല എന്ന സന്ദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പുതിയ കീഴ്വഴക്കമാണ്. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങളൊന്നും കാണിക്കാത്തൊരു കീഴ്വഴക്കം.
അല്ല, കേരളത്തിൽ ഇന്ന് ഹാഷ്മിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ടറിയാം, ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇപ്പം പുറത്തു വന്നു എന്ന് മാത്രം. പുറത്തു വരാതെ എത്ര വർഷം മുൻപ് ഈ വക അഭ്യാസങ്ങളും സൂത്രപ്പണികളുമായി നടന്നിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് ഇവരുടെ നേതാക്കന്മാർക്ക്, വി ഡി സതീശന് അറിയാത്ത ആളാ, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാത്ത ആളാ, ഷാഫി പറമ്പിൻ്റെ ഇതിൻ്റെ എല്ലാ ജാതകവും വളരെ കൃത്യമായിട്ട് അറിയാമെന്ന്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജനങ്ങളുടെ മുൻപിൽ ഇവർ കെട്ടിയിറക്കിക്കൊണ്ട് വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് തീർത്ത് ഈ ജനങ്ങളെ പറ്റിച്ചത് മുഴുവൻ. എന്നിട്ട് ഇന്നെന്താണ് കണ്ടത്? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, അനൂപ് പല വിഷയങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിപ്പോകുന്നത്? അനൂപ് സ്ലിപ്പാവുകയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ പ്രായോഗിക പ്രശ്നം ഉണ്ടാവാം. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം MLA ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ. അദ്ദേഹം ആദ്യം ഇവരെന്താ പറഞ്ഞത്? ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് പറഞ്ഞത്, പരാതിയില്ല പരാതിയില്ല പരാതിയില്ല. പരാതിയില്ലെങ്കിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത്? പരാതിയില്ലെങ്കിൽ എനിക്കെതിരെ പരാതിയൊന്നുമില്ലല്ലോ, ആരോപണം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഇവർക്കത് വളരെ കൃത്യമായിട്ട് അറിയാം, അത് ചെറിയ കാര്യമല്ല എന്നും ഇതൊക്കെ ഈ വിദ്വാൻ ചെയ്തു കൂട്ടുന്ന പരിപാടിയാണെന്നും ഈ വിദ്വാന് നല്ല പ്രാന്ത്, ഇതേത് പ്രാന്താണെന്ന് ഈ മാധ്യമത്തിൻ്റെ മുമ്പിൽ പറയാൻ സാധിക്കാത്തതാണ്. അവൻ്റെ വേഷം കെട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഒരുവിധം പരസ്യമായ രഹസ്യവുമാണ് അതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വലിയ ജനപ്രതിനിധി വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പരാതി കിട്ടിയിട്ടില്ലല്ലോ എന്ന സാങ്കേതികത പറയാമായിരുന്നല്ലോ താങ്കൾ തന്നെ പറയുകയാണ്. ആ സാങ്കേതികത പറയാൻ പോസിബിലിറ്റി ഉണ്ടാകുമ്പോഴും ആ സാങ്കേതികത പറയാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് പുറത്തുവിടല്ലേ ചെയ്തത്? അങ്ങനെയല്ല ഹാഷ്മി. ഹാഷ്മിയ പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടി തിരിച്ചെടുത്താൽ ഞാൻ അതിൻ്റെ കൃത്യമായ മറുപടി പറഞ്ഞുതരാം. അവർക്ക് ആ സാങ്കേതിക പറഞ്ഞ് നിർക്കാൻ സാധിക്കാത്ത വിധം ഈ വിഷയം വഷളായി എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അയാളെ പുറത്താക്കിയത്. ആ പുറത്താക്കുന്ന സമയത്ത് അയാൾ ജനപ്രതിനിധിയാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് ജനപ്രതിനിധിയെ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? അയാളുടെ പാർട്ടി കാര്യമാണ്. അയാൾ പുറത്താക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ കാര്യമാണ്. അവരെ ചുമക്കണോ, കൊണ്ടു നടക്കണോ, ചവിട്ടി പുറത്താക്കണോ എന്നുള്ളത് അവരുടെ പാർട്ടി കാര്യമാണ്. പക്ഷേ ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി, പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിരുന്ന വ്യക്തി, ആ ജനങ്ങളോട് ഒരു നീതി കാണിക്കണ്ടേ? ഈ സമൂഹത്തിനോടൊരു നീതി കാണിക്കണ്ടേ? അയാൾ ചെയ്തു കൂട്ടുന്ന പരിപാടി എന്താണ്? ഇപ്പോൾ ഇന്നത്തെ വോയിസിൽ അല്ലെങ്കിൽ ഇന്നത്തെ പുറത്ത് വന്ന സംഭാഷണത്തിൽ എന്താണ് ഹാഷ്മി? ഹാഷ്മി ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. മാധ്യമപ്രവർത്തനം എന്നുള്ളത് മാറ്റി നിർത്തി ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? പരമാവധി കലക്കി നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് നടക്കുന്നില്ല, നടക്കുന്ന സമയത്ത് കരഞ്ഞു നോക്കുന്നു, കരഞ്ഞ സമയത്ത് നടക്കുന്നില്ല. ബാക്കി ചാറ്റുകളൊക്കെ പോട്ടെ, ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുക എന്ന് പറയുന്ന സമയം അല്ലെങ്കിൽ തന്നെ അവർ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. ആ സമയത്ത് പിതാവാരെന്ന് പുറത്തു പറയാൻ കഴിയാത്ത വണ്ണം വയറ്റിലൊരു കുട്ടി വളരുന്ന സമയത്ത്, വീട്ടിലെന്ത് പറയുമെന്ന് ആദ്യം നിൽക്കുന്ന സമയത്ത്, നാട്ടുകാരെന്ത് പറയുമെന്ന് വേദന നിൽക്കുന്ന സമയത്ത്, അതേസമയം സ്വന്തം വയറ്റിൽ വളരുന്ന ഈ പറയുന്ന നാഥനില്ലാത്ത കുഞ്ഞിനോട് ആത്മബന്ധമുള്ള സ്ത്രീ ഒരു മാതൃസഹജമായ സ്നേഹം നിൽക്കുന്ന സമയത്ത് ഞാനെഴുതുക നീ കാര്യം നോക്കിപ്പോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് എന്താ കൊല്ലാൻ സെക്കൻഡുകൾ മതി എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങേയറ്റം ഒരു ക്രൂരന് മാത്രമേ പറയാൻ കഴിയൂ. ചോദിക്കട്ടെ, ഒരു കോൺഗ്രസിൻ്റെ ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടി കൃത്യമായി അതിൽ പറയുന്നില്ലേ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കൊല്ലാൻ ഒരു സെക്കൻഡ് മതി അല്ലെങ്കിൽ എത്ര സമയം മതി എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എന്തിനാണ് ആ കുട്ടിയെ കൊല്ലുന്നത്? ഇവനോട് എന്തെങ്കിലും ഉപദ്രവം കാണിച്ചോ? ഈവൻ അവിടെ പോയിട്ട് വേഷം കെട്ട് കാണിച്ചിട്ട് അഭ്യാസം മുഴുവൻ ഒപ്പിച്ച് വെച്ച്, സൂത്രക്കെട്ടുകൾ മുഴുവൻ ഒപ്പിച്ച് വെച്ച്, അത് കഴിഞ്ഞ് വേണ്ട രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ കുട്ടി നിന്നു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടി, ഒരു ചെറിയ കുട്ടി, അതിൻ്റെ വയറ്റിൽ വളരുന്നു. സ്വാഭാവികമായിട്ട് അത് വീട്ടിലറിയാത്ത കാര്യം, നാട്ടിലറിയാത്ത കാര്യം, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മാനസിക സംഘർഷത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾ വിളിച്ചു പറയുന്നത് എന്താണ്? കൊല്ലാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, പിന്നെ കാണണമെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കൃത്യമായിട്ടൊരു ക്രിമിനൽ മൈൻഡാണെന്ന്. ആദ്യം KPCC ആഫീസ് ഒരു കാര്യം ചെയ്യേ, ഇവന് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കുക. അത് ചൂരൽ കൊണ്ടുള്ള മരുന്നാണെങ്കിലും അതിനിപ്പോൾ മെഡിസിൻ ആണെങ്കിലും ഇവന് പ്രാന്തം ഉണ്ട്, ഇവന് വേറെ പ്രാന്താണെന്ന്, കാമപ്രാന്തം മൂത്ത് വാട്ടായിട്ട് ഇവന് കാണുന്നവർക്ക് മുഴുവൻ മെസ്സേജ് അയച്ചു കൊടുക്കുന്ന പരിപാടികൾ, എല്ലാവർക്കും ഹായ് വിടുക. പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞ വാക്കിൽ നിന്ന് ചില സമയത്ത് സ്ലിപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഹാഷ്മിയെ. ഇവനെ പോലെയുള്ള ആളുകൾ നല്ല നടുവിൽ കേട്ടിട്ട് അടിക്കണം ആദ്യം, അത് കഴിഞ്ഞിട്ട് അവർ അനുഭവിക്കുന്ന ഒരു വേദന നമുക്ക് ഇറങ്ങിപ്പോയുള്ള ചികിത്സ, അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം നന്നാവണം, അല്ലെങ്കിൽ നേരത്തെ ആദ്യത്തെ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് പോലെ ഈ പറയുന്ന റിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ആത്മനവീകരണത്തിന് തയ്യാറെങ്കിൽ അതൊക്കെ രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം, അത് കേരളത്തിന്റെ ബാധ്യതയല്ല. ശ്രീ VK സനോജ്, ദ മാറ്റർ ഓഫ് ടൈം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുകയാണ്.
അത് പ്രതിപക്ഷ നേതാവ് അതിനുവേണ്ടി ശക്തിയുക്തം വാദിക്കുകയാണ്. അവസാന നിമിഷം ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അനൗദ്യോഗികം കിട്ടുന്ന വിവരം. ശ്രീ വി കെ സനോജ്, അപ്പോഴും ഇതാ ഏറ്റവും ഒടുവിൽ മന്ത്രി വി എൻ വാസവൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി അയാളുടെ രാജി എഴുതി വാങ്ങണം, ഇത് പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് CPM ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് രാജിവെച്ച് പോടോ എന്ന് കട്ടയ്ക്ക് പറയാൻ പറ്റാത്തത്? ശ്രീ സനോജ്. CPM ഇപ്പോൾ വെക്കണമെന്ന് പറയാത്തതാണോ ഇവിടെ ഗൗരവമായ പ്രശ്നം? കാരണം രാഹുൽ എന്ന് പറയുന്ന ഈ MLA ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ചും ഓരോ മണിക്കൂറിലും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാജിയല്ലാതെ അവിടെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ല. കാരണം ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ പോകാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് അയാൾക്ക് ഇനി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുക? സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അയാൾക്ക് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കാൻ വേണ്ടി കഴിയും? ഇത് ഏതെങ്കിലും ഒരു പ്രണയമോ പ്രണയരാജ്യമോ അവർക്കിടയിലുള്ള പ്രശ്നമോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോ അല്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി വന്ന് ഒരു കാര്യം പറയുന്നു, അതിനെ തുടർന്ന് വേറൊരു പെൺകുട്ടി പറയുന്നു, അതിനെ തുടർന്ന് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള മറ്റൊരു ഗർഭചിത്രത്തിൻ്റെ കാര്യങ്ങൾ വരുന്നു. ഇന്നിപ്പോൾ കേട്ട വാർത്ത ഒരു പെൺകുട്ടിയോട് വധഭീഷണി മുഴക്കുന്നതാണ്. എനിക്ക് നിന്നെ കൊല്ലണമെങ്കിൽ 1 മിനിറ്റ് മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ കൊന്നുകളയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് MLA തുടരാൻ കഴിയില്ല എന്നത് സാധാരണമായിട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ ഇനിയിപ്പം ഞങ്ങൾ ആവശ്യപ്പെടണോ? അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും ഈ തുടരാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇത്ര ഗുരുതരമായ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, ഇത്തരം ഹറാസ്മെന്റിന്റെയും ഇത്തരം സ്ത്രീവിരുദ്ധതയുടെയും ഇത്തരം ക്രിമിനാലിറ്റിയുടെയും മനോഭാവത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതെന്റെ ശബ്ദമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്തിടത്തോളം കാലം, അത് രാഹുലിന്റെ ശബ്ദമല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറയാത്തിടത്തോളം കാലം, അത് രാഹുലിന്റെ ശബ്ദമാണ്, അതൊക്കെ ഉണ്ടായതാണ്, അതിന്റെ സാഹചര്യം എന്താണെങ്കിലും. സനോജ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM ഒഫീഷ്യലി പറയണം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയണം. സനോജ്, രാഹുൽ മാങ്കൂട്ടം MLA ആയി നിൽക്കാൻ ഒരു നിമിഷം പോലും യോഗ്യനല്ല എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. DYFI ഒരു പടി കൂടി കടന്നിട്ട് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം പോലും MLA ആയി തുടരാനുള്ള യോഗ്യതയില്ല. അത് ഓരോ ദിവസവും DYFI ആണ് ഒരു പടി കൂടി കടക്കുന്നത്. ആ പടി കടക്കാൻ CPM-ന് മുന്നിലുള്ള തടസ്സം എന്താണ് സനോജ്? DYFI ആണ് ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി ധീരമായി പറയുന്നത്. CPM-ന് ആ പടിപടക്കാനുള്ള പ്രശ്നം എന്താണ്? എന്തിനാണ് വി എൻ വാസവൻ പൊതുസമൂഹത്തെ പിടിക്കുന്നത്? CPM പറ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിഞ്ഞുപോ എന്ന് പ്രസ്താവന ഇറക്ക്. എന്തിനാണ് ഈ പറയുന്ന ഒതളങ്ങ വെള്ളത്തിൽ കിടക്കുന്ന മട്ടിലെ ഈ നിലപാടില്ലായ്മ? നിങ്ങൾ ഈ ചർച്ച വഴിതിരിച്ചു വിടരുത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കോൺഗ്രസ് പാർട്ടി ഈ പെർവെർട്ടിനെ സംരക്ഷിക്കുന്നതും ഇവൻ അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതുമാണ്. ഇവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഷാഫി പറമ്പൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തെളിവുണ്ടോ, എഴുതപ്പെട്ട രേഖയുണ്ടോ, എന്താ പറയുന്നത്, FIR ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു ജനപ്രതിനിധി, ഒരു MP ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പെടുന്ന പെടാപ്പാട് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ അംഗത്തിൽ നിന്നും ഇയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു പ്രസ്താവന കൊടുക്കാൻ ഇന്ന് വരെ കഴിയുന്നില്ല. ഇത്രയേറെ തെളിവുകൾ പുറത്തു വന്നിട്ടും. മനസ്സിലായില്ലേ? വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം CPM എന്തോ ആവശ്യപ്പെട്ടില്ല എന്ന തരത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരും പറഞ്ഞു, ഒരു നിമിഷം പോലും MLA ആയി തുടരാനുള്ള ധാർമ്മികത അയാൾക്കില്ല, അയാൾ തുടരാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു അയാൾ രാജിവെച്ച് അടിയന്തരമായും ഈ നാടിനോട് മാപ്പ് പറയേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം നാട്ടിൽ രൂപപ്പെടുന്ന സന്ദർഭത്തിലും അയാളെ ന്യായീകരിക്കുന്ന പ്രസ്താവനയും ന്യായീകരിക്കുന്ന വാദമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇന്നിപ്പോൾ ഇന്നലെയല്ലേ ആ ശ്രീകണ്ഠൻ MP പറഞ്ഞത്, ഇയാൾക്കെതിരായിട്ട് ആദ്യം ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറച്ച് കുറവാണ് എന്ന്. ഇങ്ങനെയെല്ലാമുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരുമ്പോൾ ആ പരാതി പറയുന്ന പെൺകുട്ടികളുടെ വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ KPCC ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇയാളെ, ഈ MP-യെ? ശ്രീകണ്ഠനാണോ പരാതിക്കാരിയുടെ വസ്ത്രത്തിന് അളവെടുക്കാൻ KPCC ചുമതലപ്പെടുത്തിയ ആള്? അപ്പം ഇങ്ങനെയുള്ള ആഭാസന്മാരാണ് ഇതിന് നേതൃത്വം നിൽക്കുന്നത്. ഇവരെല്ലാം നിൽക്കുന്ന കാലത്തോളം ഇവനെപ്പോലുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടും. അവിടെ ഞങ്ങൾ കേരളീയ പൊതുസമൂഹം ആകെ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ഇയാളെ പുറത്താക്കിയിട്ട് പ്രസ്താവന കൊടുക്കണം എന്നതാണ്. ഒരു നിമിഷം പോലും നീ MLA ആയി തുടരാൻ പാടില്ല എന്ന് അന്തസ്സുള്ള ഒരു പാർട്ടി പറയണം. ഇവിടെ സനോജ് പറയുന്ന രീതിയിൽ CPM-ന് ഒരു നിലപാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ശരിയാണ്. കേരളത്തിൽ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന ഒരാൾക്ക് പോലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്,
ഒരു നിമിഷം പോലും അയാൾ ആ MLA പദവിയിൽ ഇരിക്കരുത് എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. അടുത്ത ദീപ ജോസഫ്, താങ്കൾ സുപ്രീം കോടതി അഭിഭാഷകയാണ്, നിമിഷപ്രിയ കേസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുമാണ്. താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: പെണ്ണൊരുമ്പെട്ടാൽ എന്നാണ് തലക്കെട്ട്. സമ്മതിക്കണം, വല്ലാത്ത തൊലിക്കെട്ടി. ഒരുപക്ഷെ ഞാനൊക്കെ സാധാരണ പെണ്ണ് മാത്രമായതുകൊണ്ടാകാം എനിക്ക് അതിശയമൊന്നും തോന്നാത്തത്. ഇന്നൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് കഥന വേണ്ട, ആറ്റം ബോംബ് വേണ്ട, ഒരു സെക്സ് ബോംബ് മാത്രം മതി. കേരളത്തിൽ ഇപ്പോൾ സുലഭമാണല്ലോ. എന്നെപ്പോലുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ചോദ്യം, മുന്തിയ ഇനങ്ങൾക്ക് ബാധകമല്ല. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, മോശം മെസ്സേജ് ഇട്ടാൽ, സെക്സ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ, പീഡിപ്പിച്ച് ഗർഭിണിയാക്കൽ എന്താവും ചെയ്യുക തുടങ്ങി, എനിക്കിഷ്ടമാവാത്ത മെസ്സേജ് ഒരിക്കലല്ലേ വരും, പിന്നെന്തിനാ ബ്ലോക്ക് സംവിധാനം തുടങ്ങി അങ്ങേയറ്റം ഇൻസെൻസിറ്റീവായ സ്ത്രീവിരുദ്ധമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. ദൗർഭാഗ്യവശാൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇവിടെ ഇന്നലെയും ഇന്നുമായി പുറത്തു വരുന്ന ഈ പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആ പോസ്റ്റ് അബദ്ധമായി പോയി ഡിലീറ്റ് ചെയ്യണം തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമായി എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധവും ഇന്നത്തെ പ്രത്യേകിച്ച് കേരളത്തിലൊരു ട്രെൻഡിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചത്. അഥവാ നമുക്ക് ആരെക്കുറിച്ചെങ്കിലും പരാതിയുണ്ട്, ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിയമപരമായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പടി. അത് ചെയ്യാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുമൊക്കെ മെസ്സേജ് എഴുതുകയും കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ആരോപണം മാത്രമേ ഉള്ളൂ, അത് അക്യൂസേഷൻ ആവുന്നില്ല. നമ്മൾ ഒരു അക്യൂസ്ഡ് ആവണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് നമ്മൾ നിയമപരമായ നടപടികളിൽ കൂടെ FIR ഫയൽ ചെയ്ത് കേസ് പോലീസ് അന്വേഷിച്ച് അതിന് തക്കതായ താങ്കൾ അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് അത് പറയുന്നുണ്ട്, അതിന് നിയമപരമായ വശമാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ എല്ലാ കാര്യത്തിലും നിയമപരമായ വശവും കോടതിയും പോലീസും കേസും മാത്രമല്ലല്ലോ, ഒരു വൈകാരിക പരിസരം ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ആ വൈകാരിക പരിസരം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ പോയ 2 ദിവസം പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങളിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധു പെൺകുട്ടിയാണ്, വൾണറബിളായ അങ്ങേയറ്റം ദുർബലയായ പെൺകുട്ടിയാണ്. പെൺകുട്ടിയോട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഒരു MLA പറയുന്ന വർത്തമാനം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ വൈകാരികതയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട എന്നും താങ്കൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന പെണ്ണൊരുമ്പെട്ടാൽ എന്ന സ്ത്രീവിരുദ്ധ ക്യാപ്ഷൻ കൊണ്ട് സമീകരിക്കാൻ കഴിയുന്നതാണോ അഡ്വക്കേറ്റ് ദീപ ജോസഫ്? ഇല്ല, ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല ഇതുവരെ. ഇതിനു മുമ്പ് നമ്മൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമാവട്ടെ, ഈവൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച്, ഇനിയിപ്പോ നമ്മൾ രാഷ്ട്രീയം തന്നെ എടുക്കാം, ഉമ്മൻചാണ്ടിയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ആരോപണം വന്നിട്ട് അത് അദ്ദേഹത്തിന്റെ കുഴിമാടം വരെ അത് പിന്തുടർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് ഒരു തരത്തിലും ഒരു കുറ്റബോധമോ പശ്ചാത്തലമോ തോന്നിയിട്ടില്ല. ഇത്രയുള്ള കാര്യങ്ങൾ പെണ്ണ് കൊടുക്കുന്ന അവസരമാണ് രാണിന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും പടർന്നു കയറാനുമുള്ള ആദ്യപടി. ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുക, ഇഷ്ടമല്ലെങ്കിൽ തുറന്ന് നിരാകരിക്കുക. ഈ പറഞ്ഞ മാനിപ്പുലേറ്റഡ് കൺസെന്റ്, അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പറഞ്ഞ അധിനിവേശങ്ങൾ, ലൈംഗിക അധിനിവേശങ്ങളുടെ ഒക്കെ ഒരു കാലത്താണ്. അങ്ങനെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന കാലത്തിരുന്ന് ഒരു സുപ്രീം കോടതി അഭിഭാഷക താങ്കൾ ഇത്ര ഇൻസെൻസിറ്റീവായ ഒരു പോസ്റ്റ് ഇടാവോ അഡ്വക്കേറ്റ് ദീപ ജോസഫ്? അതിന് സുപ്രീം കോടതി അഭിഭാഷക എന്നോ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീ എന്നോ ഞാൻ നോക്കാതെയാണ് പലപ്പോഴും ഞാൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും എന്റേതായ ഒബ്സർവേഷനിൽ കൂടെയാണ് ഞാൻ കാര്യങ്ങളെ അവതരിപ്പിക്കാറും. അപ്പൊ ഇതിലും എനിക്ക് യാതൊരു കുറ്റബോധം, കാരണം ഇന്നലെയോ ആണ് കുറ്റാരോപിതയായ അല്ലെങ്കിൽ ഇപ്പോഴും പേര് വെളിപ്പെടുത്തപ്പെടാത്ത ഒരു സ്ത്രീയുടെ പിതൃത്വം അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാത്ത രീതിയിൽ രാഹുൽ സംസാരിക്കണം നമ്മൾ കേൾക്കുന്ന ഇന്നാണ്. അപ്പൊ ഇതുവരെ ഇങ്ങനെ ഒരു സംസാരം നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരെയും എന്റെ ചോദ്യം അതായിരുന്നു, അത് പുറത്തു വന്നപ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം തോന്നിയെന്നാ ചോദ്യം. രാഷ്ട്രീയ നേതാവിനെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പുതിയ ഓഡിയോകൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ സ്ത്രീവിരുദ്ധതയുടെയും ക്രിമിനാലിറ്റിയുടെയും എലമെന്റ്സുകൾ കാണുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഒരിക്കലും അല്ല. കാരണം ഞാൻ പർട്ടിക്കുലർ ഒരു കേസിനെ ഉദ്ദേശിച്ചോല്ലോ, ഒരാളെ ഉദ്ദേശിച്ചോല്ലോ, രാഹുലിനെ ഉദ്ദേശിച്ചോല്ലോ, ഇതിൽ പെട്ടുപോയ ഏതെങ്കിലും സ്ത്രീകളെ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാനൊരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഞാനിത് കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ നടക്കുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു കുറ്റബോധവും ഞാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല. ഞാനെത്താം ദീപ, എന്തോ ഒരു ചെറിയ ശബ്ദ പ്രശ്നമുണ്ട് ഇവിടെ. CVR അനൂപ്, ഇവിടെ എന്താണ് ഇപ്പം മുകേഷിന്റെ കാര്യത്തിൽ CPM എടുത്ത നിലപാട് വേറൊരു നിലപാടാണ്. അന്ന് MP ഗോവിന്ദൻ പറഞ്ഞത് വേറൊരു നിലപാടാണ്. അന്ന് ഈ പറഞ്ഞ അതിനുശേഷമുള്ള വാർത്താക്കുറിപ്പിൽ CPM പറഞ്ഞത് വേറൊരു നിലപാടാണ്. ആ നിലപാട് നോക്കി നിങ്ങൾക്ക് രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല ശ്രീ VR അനൂപ്. മുകേഷും രാഹുലിനെതിരെ പുറത്തു വരുന്ന ആരോപണങ്ങൾ തമ്മിൽ താരതമ്യങ്ങളില്ല ശ്രീ VR അനൂപ്. അല്ല, ഞാൻ താരതമ്യത്തിന് മുതിർന്നില്ലല്ലോ. താരതമ്യം ചെയ്യാനാണെങ്കിൽ മുകേഷ് മാത്രമല്ല, വേറെയും വളരെ കൃത്യമായ ഉദാഹരണങ്ങളുണ്ട്. ഹാഷ്മി, ഒരു കാര്യം ഞാൻ പറയാം.
ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഹാഷ്മി ഈ പറയുന്ന ഇരകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനോട് ഞാൻ പ്രതികരിക്കും. തീർച്ചയായും അത്തരം ആശങ്കകളെ ഞാൻ കണക്കിലെടുക്കും. അത് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് BJPയുടെയും CPMൻ്റെയും പ്രതിനിധികൾ ഈ പറയുന്ന മോറൽ സുപ്പീരിയോറിറ്റി അവകാശപ്പെടുമ്പോൾ കോൺഗ്രസ് എന്തോ വലിയ മോശം പ്രസ്ഥാനം, ഞങ്ങൾക്ക് ഇതിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച ആളുകളാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവരുള്ള ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നേ. ഞാനതിനെ CPMൻ്റെ നിലപാട് പറഞ്ഞ് അല്ലെങ്കിൽ BJPയുടെ നിലപാട് പറഞ്ഞ് ന്യായീകരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇവിടെ സനോജിനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഈ പറയുന്ന മുകേഷ് അടക്കമുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. CPMൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന മാന്യദേഹം എന്നാരാ? P. ശശി. അദ്ദേഹത്തിന് നേരെ ആ പാർട്ടിക്കകത്തു നിന്ന് പോലും ഉയർന്ന ആരോപണങ്ങൾ എന്താ? CKP പത്മനാഭൻ എന്ന് പറയുന്ന കർഷക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന മനുഷ്യൻ്റെ മകൾ മുതൽ DYFI നേതാവിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ പോലും ഇടപെട്ട ഈ P. ശശിക്ക് പിന്നീട് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ച പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ നേതാവാണ് സനോജ്. ഇവിടെ ഒരു വശത്തേക്ക് മാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യുവജന പ്രസ്ഥാനത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ നിലപാടെടുക്കണമെന്ന് പറയാനുള്ള ആർജവമുണ്ട്. ഇവിടെ സനോജിന്റെ പ്രസ്ഥാനത്തിൽ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. ഇവർക്ക് ശശിയെ പേടിയാണ്, പിണറായി വിജയനെ പേടിയാണ്. ഞാനൊരു കാര്യം പറയാം, ഹാഷ്മി പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാം, അംഗീകരിക്കാം. പക്ഷേ ശശിയുടെയും പിണറായി വിജയന്റെയും പ്രസ്ഥാനത്തിലിരുന്ന് ഈ സദാചാര ഗീർവാണം സനോജ് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഉല്ലാസ് ബാബുവിന്റെ പ്രസ്ഥാനം, യെദ്യൂരപ്പയുടെ കാര്യം, നമുക്ക് വ്യക്തികളെ ചൂണ്ടിക്കാണിക്കാം. എന്തിനേറെ ആസിഫ ബാനു എന്ന് പറഞ്ഞ പെൺകുട്ടി പരിപാവനമായൊരു ക്ഷേത്രാങ്കണത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ആരോപിതരായ വ്യക്തികൾക്ക് വേണ്ടി പ്രകടനം നടത്തിയ 2 മന്ത്രിമാരുള്ള പ്രസ്ഥാനമാണെന്നേ പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഈ ഉല്ലാസ് ബാബുവിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോഴും ഇതിനകത്ത് ഇരകളായ വ്യക്തികളെ അപഹസിക്കാൻ സൈബർ ഇടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഞങ്ങൾ തള്ളിപ്പറയും. സൈബർ ഇടത്തിൽ മാത്രമല്ല, ഇന്ന് VK ശ്രീകണ്ഠൻ്റെ ഭാഗത്തുനിന്ന് വന്ന ദൗർഭാഗ്യകരമായ പ്രസ്താവനയെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവനയെക്കുറിച്ച് പറയുമ്പോൾ സനോജിൻ്റെ MM മണി മൂന്നാറിൽ സമരം നടത്തിയ പെമ്പിളൈ ഒരുമയുടെ ആളുകളെ പറഞ്ഞ് മറ്റേ പണിക്ക് പോകുന്ന ആളുകളാണെന്ന് പറഞ്ഞ പ്രസ്ഥാന പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം ശരിയാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനെ ആരെയും ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ആവർത്തിച്ച് പറയുകയാണ്, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം സംസാരിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എത്ര ഉന്നതനായ നേതാവാണെങ്കിലും വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ആ കാര്യത്തിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ഇവിടെ ഈ പറഞ്ഞ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ VD സതീശനോട് കാര്യങ്ങൾ പറയുന്നു. പിതാവെന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് VD സതീശൻ പറയുന്നുണ്ട്. ഉറപ്പായും ഈ പറയുന്ന തെളിവുകളുടെ അല്ലെങ്കിൽ പരാതികളുടെ മലവെള്ളപ്പാച്ചിൽ ഇത് മാധ്യമങ്ങളോട് പുറത്തു വരുമ്പോൾ മാത്രമാവില്ലല്ലോ പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവുക, ഷാഫി അറിഞ്ഞിട്ടുണ്ടാവുക, സതീഷ് അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ രാഹുൽ ഈ പറഞ്ഞ അധികാരത്തിന് ചെയ്തു കൂട്ടിയതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നു പറയേണ്ടി വരില്ലേ ശ്രീ വി ആർ അനൂപ്? ആ പാപത്തിന് ആര് പരിഹാരം ചെയ്യും? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് ഇറങ്ങിപ്പോയാലും ആ പാപത്തിന് പരിഹാരമാവോ അനൂപ്? ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ, ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? ഈ പരാതിക്കാരിയായ പെൺകുട്ടി, പരാതിക്കാരിയായ യുവതി റിനി, അവർ പറഞ്ഞത് എന്താ? ഈ പരാതി ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നത് എന്താ? എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമുണ്ട്, VD സതീശൻ എന്ന് പറയുന്നത് എനിക്ക് പിതൃതുല്യനാണെന്ന് പറയുന്ന ആ ഇരയാണ് പറയുന്നത്. അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പറയുമോ? അവർ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുമോ? അവർ ഈ പറയുന്ന അന്വേഷണ സംവിധാനത്തെ ആശ്രയിക്കില്ലേ? അവർക്ക് ഈ പറയുന്ന അന്വേഷണ സംവിധാനത്തെക്കാൾ അവർ വിശ്വാസം അർപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയിലാണെന്നേ. അത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിലുള്ള വിശ്വാസമാണ്. അവർ പോലും പറഞ്ഞത് എന്താ? ഞാനൊരു പരാതിയായി പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഈ വ്യക്തി നവീകരിക്കപ്പെടണമെന്ന് പരാതിക്കാരി തന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പബ്ലിക് ഡൊമൈനിലേക്ക് ഒരു പരാതിയുമായി പോകാൻ താല്പര്യമില്ല. വ്യക്തി നവീകരിക്കുകയാണ്, നിരന്തരം പറഞ്ഞിട്ട് നവീകരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് പബ്ലിക്കിൽ പറയുന്നു. അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് ഇതിൽ പരിഹരിക്കുന്നുള്ള പ്രത്യാശ പങ്കുവെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ആരെയും സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ആ കുട്ടി എന്ന് പറയുന്നത് എനിക്കൊരു മകളെ പോലെയാണ്, മകളുടെ കാര്യത്തിൽ പരാതി എന്താണുണ്ടാവുക? ശരി, റിനി തുടക്കമിട്ടതേ ഉള്ളൂ. റിനി തുടക്കമിട്ടപ്പോഴേക്കും പിന്നെയും വരികയാണ് ശബ്ദ സന്ദേശങ്ങൾ. അതും ഈ പറയുന്ന പെൺവേട്ടയുടെ നേർസാക്ഷ്യമാകുന്ന ശബ്ദ സന്ദേശങ്ങൾ. ഒന്നല്ല, പലയാവർത്തി ഇനിയും മല പോലെ വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. MLA ആ സ്ഥാനത്ത് നിന്ന് പിടിച്ചിറക്കി വിടാനാണ് കോൺഗ്രസിന് നല്ലത്. ശ്രീ വി ആറിനും ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സനോജ്, ഇവിടെ ഞാൻ കേരള കൗമുദിയിലെ ഒരു വാർത്ത വായിക്കാം.
ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. ലൈംഗികാരോപണം നേരിട്ട MLA മാർ ആരും രാജിവെച്ചിട്ടില്ലെന്നും രാജ്യത്ത് ഇത്തരം ആരോപണം നേരിടുന്ന നിരവധി MPമാരും MLA മാരും ഉണ്ടെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്ത് 16 MPമാരും 135 MLA മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിൽ പ്രതികളാണ്. അതിൽ BJP 54, കോൺഗ്രസ് 23, TDP 17, ആം ആദ്മി പാർട്ടി 13 എന്നിങ്ങനെ വിവിധ കക്ഷികളിൽപ്പെട്ടവർ ഇത്തരം കേസുകൾ പ്രതികളായിട്ടുള്ളവരാണ്. അവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ 2 MLA മാർക്കെതിരെ കേസുണ്ട്. ഇതിലൊരാൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, ഹൈബി ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ എന്നിവരുടെ എല്ലാം പേരിൽ ഇത്തരം ആരോപണം ഉയർന്നു വന്നെങ്കിലും ഇവരാരും MLA സ്ഥാനം MP സ്ഥാനം രാജിവെച്ചിട്ടില്ല. PJ ജോസഫ്, നീൽ ലോഹിതസ്, നാടാർ, ജോസ് തെറ്റിൽ ഇവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാർത്താക്കുറിപ്പാണ് കേരള കൗമുദിയിൽ വന്ന വാർത്താക്കുറിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഈ പറയുന്ന ലൈംഗികാരോപണത്തിൽ രാജിവെച്ചു പോകുന്ന ആദ്യ MLA ആണ് രാജ്യത്തെ. നിങ്ങൾക്ക് മറുപടി ഇല്ലാതാവും സനോജ്. ഞങ്ങൾക്ക് മറുപടി ഇല്ലാതാവുന്നില്ല കാശ്മി. അതുപോലെയുള്ളൊരു ആരോപണമാണോ ഇത്? ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നേരത്തെ ചില വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും അതിലൊക്കെ ഉണ്ടാവുന്ന ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുകേഷിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ഒരു സിനിമാ നടി, മുകേഷ് MLA ആയ കാലത്ത് ആ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടല്ലോ ആ കാര്യങ്ങൾ ചെയ്തത്. മുകേഷ് നേരത്തെ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സമയത്തുണ്ടായ ബന്ധവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളുമൊക്കെയാണ്. ഇപ്പം ആ സിനിമാ താരം എന്ന് പറയുന്ന ആളിപ്പം എവിടെയോ കർണാടകയിലോ തമിഴ്നാട്ടിലോ മറ്റോ ജയിലിൽ കിടക്കുക എന്നൊക്കെ കേൾക്കുന്നു. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചെന്നോ സെക്സ് റാക്കറ്റിനെ കാഴ്ചവെച്ചെന്നൊക്കെ കേൾക്കുന്നു. അപ്പം അതൊക്കെ കോടതിയിൽ നിൽക്കുന്ന കേസാണ്. അതുകൊണ്ട് മുകേഷ് ഉപദ്രവിക്കാവുന്നതാണോ? ആരോപണവും അല്ലല്ല സനോജ് അങ്ങനെ പറഞ്ഞു പോവല്ലേ? അതുകൊണ്ട് മുകേഷ് ഉപദ്രവിക്കാവുന്നതാണോ? അങ്ങനെ പറഞ്ഞു പോവല്ലേ? അല്ലല്ല ആ സ്ത്രീ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെങ്കിൽ കുറ്റവാളിയായ സ്ത്രീയെ ഉപദ്രവിക്കാവുന്നതാണോ? അങ്ങനെ പറയല്ലേ? അത് ന്യായമാണോ? അതെ, അത് കോടതിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ സ്ത്രീ തന്നെ അവരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസിൽ അകത്താവുകയും ചെയ്തു എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഒരു കേസല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്ന് എനിക്കും അറിയാം, ഹാഷ്മിക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സംഭവം മാത്രമല്ലല്ലോ, ഈ പുറത്തു വന്നുള്ള ശബ്ദ സന്ദേശങ്ങൾ മുഴുവൻ തെറ്റാണോ? എത്ര ക്രൂരമായിട്ടാണ് താൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ടുള്ള പെൺകുട്ടിയോട് എത്ര നിസ്സാരമായിട്ടാണ് അതിനെ നീ കൊന്നു കളഞ്ഞേക്കെന്ന് പറയുന്നത്. 4 മാസം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടാണ് ആ പെൺകുട്ടി ചോദിക്കുകയാണ് കൊച്ചിൻ്റെ തന്ത ആരാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ എത്ര നിസ്സാരമായിട്ടാണ് ആ കുട്ടിക്ക് മറുപടി കൊടുക്കുന്നത്. ഒരു കുട്ടിയുടെ കാര്യത്തിലല്ലല്ലോ, ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ ഇതിങ്ങനെ വരികയില്ലേ? അപ്പോൾ ഇത്രയും ഗൗരവമായ നിലയിൽ ഈ MLA സ്ഥാനവും ഈ പദവികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വേട്ട നടത്തിയിട്ടുള്ള ഒരാൾക്ക് MLA ആയി തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ആ ചോദ്യം കേരളത്തിൽ ഉയരുമ്പോൾ നിങ്ങളെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങളെ മറ്റേ നേതാവ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ കടന്നു വീഴുന്നത്? നിങ്ങൾ ഞങ്ങളെയാണോ മാതൃകയാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞ വാട്ടർ ബോട്ടിൽ നമ്മുടെ ഗതികേടാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ വാർത്താക്കുറിപ്പ് ഞാൻ വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് 152 ഇത്തരത്തിൽ MLA-മാരും MP-മാരും ലൈംഗികാരോപണ കേസിൽ പ്രതികളാണ്. അവരാരും രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതൊരു കീഴ്വഴക്കമല്ലേ? ഒരു പ്രീസിഡൻസ് അല്ലേ? ആ കീഴ്വഴക്കിൽ നിന്ന് വ്യത്യസ്തമാണ് ഹാഷ്മി ഈ സംഭവം. നേരത്തെയും രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളും കേസുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്, അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്, BJP-ക്കെതിരെല്ലാം ഉണ്ടായിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായി ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അവരവരുടെ പാർട്ടി അവർക്കെതിരായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്, പിന്നീട് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് വന്നിട്ട് അതൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്തൊരു സമൂഹമാണെന്ന് ഞാൻ സമർത്ഥിക്കാൻ വേണ്ടി നോക്കുന്നില്ല, അതൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണെന്ന് ഞാൻ സമർത്ഥിക്കാൻ വേണ്ടി നോക്കുന്നില്ല. പക്ഷെ ഇവിടെ അതൊന്നുമില്ല പ്രശ്നം. അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു ഗൗരവമായ ഒരു പുതിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കേരള സമൂഹം മുഴുവൻ ഇതിനെ കാണുന്നത്. അങ്ങനെ കാണാൻ കഴിയാതിരിക്കുന്നത് ഇങ്ങനെയുള്ള പെർവേർട്ടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതൊരു വക്കീലിനെ ഞാനൊക്കെ മുഖം കാണാൻ വേണ്ടി കഴിയുന്നില്ല. അവര് ന്യായീകരണവാദവുമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് അവർക്കൊക്കെ ഇത് പറയാൻ വേണ്ടി കഴിയുന്നത് എനിക്കറിയില്ല. ഓരോ ദിവസവും ഓരോ പെൺകുട്ടി തൻ്റെ അമ്മയെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു, എൻ്റെ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് കരച്ചിൽ വരുന്നു, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയുടെ വഴി ഇങ്ങനെ മുനമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഒന്നിക്കിൽ രാഹുൽ പറയാം എൻ്റെ ശബ്ദമല്ല എന്ന് പറയണം. രാഹുലിൻ്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞത് രാഹുലിൻ്റെ ശബ്ദമല്ല, ഇത് മെനഞ്ഞുണ്ടാക്കിയെന്ന് പറയണം. അതെല്ലാം അവിടെ നിൽക്കുന്ന കാലത്തോളം, അത് നിഷേധിക്കപ്പെടാതിരുന്ന കാലത്തോളം ഇതിനെല്ലാം ന്യായീകരിക്കാൻ വരുന്നത് ഇത്തരം പെർവെർട്ടുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് ഞങ്ങൾ പറയും. അതിന് ഞങ്ങൾ ശക്തമായിട്ട് ആ വാദം മുന്നോട്ട് പോക്കാൻ ചെയ്യും. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അത്തരം കാര്യങ്ങളിൽ കിടക്കുന്നില്ല. ചില പേരുകളൊക്കെ ഇവിടെ പറഞ്ഞു. പേരുകൾ പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ അങ്ങോട്ടും പറയേണ്ടി വരും. നിങ്ങളുടെ KPCC ഓഫീസിനെ കുറിച്ച് പണ്ട് മുരളീധരൻ എന്താ പറഞ്ഞത്? നേരത്തെ പല ഫോൺ സംഭാഷണങ്ങളും ഫോൺ രേഖകളും പുറത്തു വന്നല്ലോ. മുരളീധരൻ പണ്ട് ചോദിച്ചല്ലോ, ഉണ്ണിത്താൻ എന്താ പണ്ട് പറഞ്ഞത്? മുരളീധരൻ എന്താ ചോദിച്ചത്?
മറ്റേ കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ? KPCC ഓഫീസിലെ പ്രത്യേക മുറിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ല. ഈ ചർച്ചയെ നിങ്ങൾക്ക് വേണ്ടത് പഴയ കുറേ സംഭവങ്ങളുമായി കൂട്ടിക്കെട്ടിയിട്ട് രാഹുൽ ഒരു മാന്യനാണ്, പഴയ ആളുകളൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണെന്ന് വരുത്തി തീർത്ത് രാഹുലിനെ രക്ഷിച്ചെടുക്കാനാണ് നിങ്ങളുടെ ശ്രമം. ആ ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. ആരോപണവും പ്രത്യാരോപണവും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ഇതംപര്യമുള്ള ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് അത്യന്തം ഗൗരവമാണ്. ഈ പ്രശ്നത്തോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി ദീപയിലേക്ക് മുല്ലാസിലേക്ക് മൊത്തം സിബിആറിനും അത് ശരിയാണ്. കേരളത്തിന് ഇതം പര്യന്തമുള്ള ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടുണ്ടോ? അല്ലല്ല സിബിആറിനും കേരളത്തിന്റെ ഇതുവരെയുള്ള ഇപ്പം മുകേഷിന്റെ കേസുണ്ട്, ശരി, AK സുരേന്ദ്രന്റെ കേസുണ്ട്, ശരി, ഈ പറയുന്ന പല ആരോപണങ്ങൾ, ശശി, PK ശശി തുടങ്ങിയ ആരോപണങ്ങൾ, എന്തൊക്കെയോ ഡീലുകൾ, പിന്നീട് മുഖ്യമന്ത്രി ഓഫീസൊക്കെ ഒക്കെ ശരി. പക്ഷെ ഇതുപോലൊരു ആരോപണം കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുണ്ടോ സിബിആർ? ഇതിന് താരതമ്യമുണ്ടോ? ഇതിന് ഇങ്ങനെ മലവെള്ളം പോലെ ഒരു UMLA-ക്കെതിരെ വന്ന ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പോലുള്ള സത്വരമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി ഹാഷ്മി ആലോചിക്കണ്ടേ? ഇവിടെ ശശിയുടെ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ പിതൃതുല്യനായി കാണുന്ന പ്രതിപക്ഷ നേതാവ് പിതൃതുല്യനായി കാണുന്നു എന്ന് പറഞ്ഞു ആ പെൺകുട്ടി. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് പരാതി കൊടുത്തിട്ട് എന്ന് നിലപാട് സ്വീകരിച്ചു. ഞാൻ ഈ പരാതി പറഞ്ഞതിന് ശേഷം അയാളെ MLA ആക്കി, പറഞ്ഞതിന് ശേഷം അയാളെ സ്ഥാനങ്ങൾ കൊടുത്ത് അലങ്കരിച്ചു എന്നാ പറഞ്ഞത്. ഇരയായ പെൺകുട്ടി പറയേണ്ടതായ ഇരയായ പെൺകുട്ടിയാണ്. ഇരയായ പെൺകുട്ടിക്ക് ഇപ്പോഴും ഞങ്ങളുടെ സിസ്റ്റത്തിൽ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസമുണ്ടെന്നേ. പക്ഷെ P ശശിയുടെ കാര്യത്തിൽ പിണറായി വിജയന്റെ അടുത്ത് പോയി പറയാൻ ഇന്നൊരു ഇരയ്ക്കും ധൈര്യമില്ല. ആ ഇരയായ പെൺകുട്ടിയുടെ പിതാവിന്റെ CKP പത്മനാഭന്റെ പൊതുജീവിതവും വ്യക്തി ജീവിതവും അവസാനിപ്പിച്ച ആളുകളാ. നിങ്ങൾ ശശിയുടെ കാര്യം പറഞ്ഞ് സംസാരിക്കുക, സനോജിന് കഴിയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും എന്ത് സംശയം? രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടി കള്ളക്കഥ ഒരു സംരക്ഷിക്കുന്നില്ലാതെ ആരും ആരെയും സംരക്ഷിക്കില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ഒരു സംരക്ഷണം. സനോജ് സംസാരിക്കുമ്പോൾ കേട്ടിരുന്ന ഒരാളാണ്. സനോജ് സംസാരിക്കുമ്പോൾ കേട്ടിരുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തരുത്. ഒന്നുകിൽ സനോജ് ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സനോജ് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കാം. ഇനി ശശി ആയിക്കോട്ടെ, PK ശശി ആയിക്കോട്ടെ, ബാക്കി എന്തോ ആയിക്കോട്ടെ, എന്റെ ചോദ്യം കൂടെ പറയൂ. കേരളത്തിന്റെ ഇതം പര്യന്തമുള്ള ചരിത്രത്തിൽ ഇങ്ങനെ ആരോപണ കുത്തൊഴുക്കിൽ നാണം കിട്ടുന്ന ഒരു യുവ നേതാവ് ഉണ്ടോ? അനു, ഞാൻ ഹാഷ്മി അതിനോട് പറഞ്ഞില്ലേ, കേരളത്തിന്റെ ഇതം പര്യന്തമായ ചരിത്രത്തിലില്ലാത്ത പുതിയൊരു മാതൃക കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ. ഞങ്ങൾ മുൻ കീഴ്വഴക്കങ്ങൾ പറഞ്ഞു നിൽക്കില്ല. ഞങ്ങൾ കൃത്യമായി ഈ ഇതിനകത്ത് ഇരയുടെ ഏജൻസി ആർക്കാണ്? ഇര തന്നെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമുണ്ട്. ഇപ്പോഴും ആ വിശ്വാസം നിലനിൽക്കുകയാണ്. അവർ ആ വിശ്വാസം പിൻവലിച്ചിട്ടില്ല. അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്ന നടപടി ഉണ്ടാകും. ഞാൻ ഇന്ന് ഈ ചർച്ചയിലുണ്ട്. നാളെയും നിങ്ങൾ വിളിച്ചാലുണ്ട്, എൻ്റെ പ്രസ്ഥാനം നിയോഗിച്ചാലുണ്ടാവും. നമുക്ക് കാണാം. ഇരകളുടെ വിശ്വാസം, കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രതിപക്ഷ നേതാവിലുള്ള വിശ്വാസം സംരക്ഷിക്കുന്ന നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇവിടെ തങ്ങളുടെ പോസ്റ്റിലേക്ക് തന്നെ വരികയാണ്. പിന്നെ അകത്തിടേണ്ട തുണി പുറത്തിട്ടും പുറത്തിടേണ്ടതൊക്കെ അകത്തുമിട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാരവും സ്വാതന്ത്ര്യവും ആണെന്ന് മേനി പറഞ്ഞിട്ട് എന്ത് കാര്യം? മാനം പോയി എന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരുത്തിയെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സ്ത്രീവിരുദ്ധ വർത്തമാനമാണെന്ന് താങ്കൾ സുപ്രീം കോടതി അഭിഭാഷകരല്ലേ, ഇങ്ങനെയൊക്കെ പറയാവോ? അല്ല, എൻ്റെ പൊസിഷനുമായിട്ട് എൻ്റെ പോസ്റ്റിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ട. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാൻ അവകാശമില്ല, പിന്നെ അത് ആർക്കാണ് പറയാൻ അവകാശമുള്ളത്? അല്ലാതെ സ്ത്രീ വിരുദ്ധമാണ്. എന്റെ കണ്ണു മുമ്പിൽ കാണുന്നതിനെ ഞാൻ പ്രതികരിക്കാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്? അത് സ്ത്രീ വിരുദ്ധമാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും സ്ത്രീ വിരുദ്ധമാണെന്ന്? നൈതിക വിരുദ്ധമാണ്. അത്യാവശ്യത്തിന് ഡ്രസ്സ് ധരിച്ച് അതീ പറയുന്ന ട്രോമയിൽ കഴിയുന്നവരെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ കൂടെ നിൽക്കേണ്ടവരാണ് ദീപ, അല്ലേ? ബാക്ക് സ്റ്റാബ് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ത്രീകള് ട്രോമയിലാണ് കഴിയുന്നത്. അത്യാവശ്യം ഡ്രസ് ഉപയോഗിച്ച്, മാന്യമായ രീതിയിൽ ഡ്രസ് ഉപയോഗിച്ച് നടക്കുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഏത് കാലത്ത് സംസാരിക്കുന്നത് ദീപ? നിങ്ങൾ ഏത് കാലത്തിരുന്നാ സംസാരിക്കുന്നേ? മാന്യമായിട്ട് ഡ്രസ് ധരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്.
ഏത് ലോകത്തെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നതിനെ ചോദ്യം ചെയ്തതിന് ആദ്യമായിട്ട് പ്രതികരിച്ചു കാണുവാൻ ഞാൻ. അല്ലല്ല, ഈ പറയുന്ന ആളുടെ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഇങ്ങനെയാണോ ധരിക്കുന്ന ഡ്രസ്സ്? അയ്യേ, ഭാര്യ അമ്മ പെങ്ങൾ അതൊക്കെ പഴയ വാദമല്ലേ, അതൊക്കെ 1982 വാദമല്ലേ. 2021 പറയാവോ? ഞാൻ പറയുന്നത് ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അല്ലല്ല അഡ്വക്കേറ്റ് ദീപ, ഈ സുപ്രീം കോടതി അഭിഭാഷകയാണോ തീരുമാനിക്കുന്നത്? അല്ല, ആ പുരുഷൻ അത് ആരാണ്? അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഡ്രസ്സാണോ ധരിക്കുന്നത്? അയ്യോ, അങ്ങനെ വ്യക്തിപരമാവല്ലോ, അങ്ങനെ വ്യക്തിപരമാവല്ലോ. അങ്ങനല്ല ഇവിടുത്തെ പ്രശ്നം. അല്ലല്ല, ഇവിടുത്തെ പ്രശ്നം എന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ എന്നുള്ളതല്ല. എന്റെ ചോദ്യം ഇതാണ്. അല്ല അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇവിടെ ഇല്ല ഇവിടെ എന്റെ വീട് നിന്റെ വീട് തുടങ്ങിയ എന്താണ് വൈയക്തിക വൈകാരികതയിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഒരു യുവ നേതാവിനെതിരെ ആരോപണങ്ങളുടെ കുത്തൊഴുക്കുണ്ടാവുന്നു, ശബ്ദരേഖകൾ പുറത്തേക്ക് വരുന്നു. ആ ശബ്ദരേഖ പുറത്തേക്ക് വരുമ്പോൾ താങ്കൾ അടക്കമുള്ളവർ ബാക്ക് സ്റ്റാബ് ചെയ്യാണ്. മറുപടി പറയാൻ ഞാൻ ഉണ്ടാവും. അപമര്യാദയായിട്ട് എന്നോട് പെരുമാറാണെങ്കിൽ അപമര്യാദയല്ല, നിങ്ങൾ സംസാരിച്ചത്. ഞാൻ വാദിക്കുന്ന കോടതിയിൽ അയാളോട് വരാൻ പറയൂ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ ആരോട് സംസാരിക്കുന്നത്? ഈ പറയുന്ന വ്യക്തിയോടാണോ? അല്ല ഞാൻ പറഞ്ഞത് VK സനോജിനോട് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ സ്വാഭാവിക പ്രകോപനം ഉണ്ടാവില്ലേ? താങ്കൾ അങ്ങനെ പറയാൻ പാടില്ല. ദീപ ജോസഫ്, എന്റെ ചോദ്യം അത് ഇല്ലല്ല, താങ്കളുടെ മനോഗതി എന്താണെന്നല്ല, പക്ഷെ താങ്കൾ എഴുതി വെക്കുന്നതും പറയുന്നതും ഒക്കെ സ്ത്രീ വിരുദ്ധമാണ് സനോജ്. ദീപ ജോസഫ് പ്രസ്താവനയോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സൗകര്യമുള്ളത് ഇല്ല. അല്ല, ഒരു സുപ്രീം കോടതി അഭിഭാഷകയാണ്. അല്ല, ഞാൻ നിയമപരമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാഷ്ട്രീയം പറയാനാണെങ്കിൽ പറയട്ടെ. മാന്യതയില്ല സംസാരിക്കുന്ന ഈ സ്ത്രീയൊന്നും ഇവരെല്ലാം അപമാനമാണ്. ഈ ചർച്ചയിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം. സംസാരിക്കേണ്ട കാര്യമില്ല. അവരെന്താ സംസാരിക്കുന്നത്? അവരാണോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളുടെ? അല്ലെന്നാണ് ഞാനും പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞത് VK സനോജ് പറയുന്നതും ഞാൻ പറയുന്നതും VR പറയുന്നതും ഇവിടെ ഉല്ലാസ് ബാബു പറയുന്നതും ഓരോരുത്തരുടെയും വസ്ത്രസ്വാതന്ത്ര്യം അവനവന്റെ വസ്ത്രസ്വാതന്ത്ര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിലേക്ക് നോക്കാനും അത് വിമർശിക്കാനും ദീപയ്ക്ക് അവകാശമില്ല എന്ന് തന്നെ നിയമപരമായി പറയുന്നത്. അതെ, പിന്നെന്തിനാണ് ആ മര്യാദയോടെ എഴുതി വെക്കുന്നത്? വസ്ത്രം ധരിക്കാൻ നാമമാത്രമായ വസ്ത്രം ധരിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? അത്രയും തന്നെ അവകാശം എനിക്ക് പറയാനുണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ആരെയും ക്ഷണിക്കുന്നില്ല. ഇന്ന് ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, ന്യൂസ് 24 ഈ ചർച്ച കേട്ടാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഏതോ കുറേയധികം സ്ത്രീകൾ, കുറേയധികം പെൺകുട്ടികൾ അങ്ങോട്ട് കയറി ലൈംഗിക അധിനിവേശം നടത്തിയ കാര്യമാണ് പറയുന്നത്. ആയിക്കോട്ടെ, തെറ്റാര് ചെയ്താലും പ്രവർത്തനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അങ്ങനെ പറയും. അതിന് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറയൂ. അല്ല, അത് ന്യായവാദം ചമയ്ക്കാതെ അങ്ങനെ പറയൂ. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇല്ല. പരാതി പറയുന്ന പെൺകുട്ടികളുടെ വസ്ത്രത്തിന്റെ അളവെടുക്കുക, നാണമില്ലാത്ത സ്ത്രീ. നാണമുള്ളത് കൊണ്ടാണല്ലോ മുകേഷ് ഇന്നും MLA സ്ഥാനത്തും ഗണേഷ് ഇന്ന് മന്ത്രിസ്ഥാനത്തും തുടരുന്നതല്ലേ? പറയാൻ പാടില്ല. നിങ്ങൾക്ക് വീട്ടിലാളില്ലേ? മുകേഷും ഗണേഷും ഒക്കെ അതാത് സ്ഥാനങ്ങളിൽ തുടരുന്നത് നാണമുള്ളതുകൊണ്ടാണല്ലോ അല്ലേ? സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾക്ക് എന്നെ വിളിക്കരുത് ദയവ് ചെയ്ത്. എനിക്ക് രാഷ്ട്രീയ ചർച്ചകൾക്ക് താല്പര്യമില്ല. ഇല്ല, ഞാൻ പറഞ്ഞു താങ്കൾ ഞാൻ പറഞ്ഞു താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിക്കൽ കൂടി നമ്മുടെ ലക്ഷ്യമാണ്. കാരണം താങ്കൾ സുപ്രീം കോടതി അഭിഭാഷകയാണ്. താങ്കൾ ഇത്തരം ഇരകൾക്ക് വേണ്ടി വാദിക്കേണ്ടതും ആൾക്കാരല്ലേ? ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന ഒരാളല്ലേ? അത്രയും സ്ത്രീ വിരുദ്ധത ഉള്ളിൽ പോയിക്കൊണ്ട് എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക? സപ്പോർട്ട് ചെയ്യുന്ന ആള് ഞാനാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? സ്ത്രീ വിരുദ്ധതയാണ് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സ്ത്രീ വിരുദ്ധതയും ഈ ഒരു കാര്യമൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കൽ പോലും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോട് ഇങ്ങനെ ഒരു മര്യാദ കാണിച്ച് ഞാൻ കണ്ടില്ലല്ലോ. ഇത്രയും ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സാർ അവസാന നിമിഷം വരെ നേരിട്ടപ്പോഴും നിങ്ങളുടെ മര്യാദ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെപ്പോലത്തെ ആളുകൾ ഈ ചർച്ചയിൽ ഇരിക്കാൻ പാടില്ല. എനിക്ക് ഈ ചർച്ചയിൽ തുടരാൻ സാധ്യമല്ല. ഇയാളെ പോലെയുള്ള വൃത്തികെട്ട ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് വ്യക്തിപരമുണ്ട്. ചർച്ചയിൽ അതൊന്നും പറഞ്ഞിട്ട് വീട്ടിലെ ആളെ കുറിച്ച് പറയാണോ?
ഓക്കെ, അവിടെ ദീപ ജോസഫ് പോകണം. ശുല്ലാസ് ബാബു, ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈ വാട്ടർ ബോട്ടറിക്ക് ഒരു പ്രസക്തിയില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഏതെങ്കിലും തരത്തിൽ എങ്ങോട്ടും നോക്കാതെ എത്രയും പെട്ടെന്ന് അയാളെ പാലക്കാട് MLA പദവിയിൽ നിന്ന് ഇറക്കി വിടണം എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ വാട്ടർ ബോട്ടിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള കീഴ്വഴക്കങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഒരാൾ കൊടിയ വേട്ടക്കാരനായിരുന്നില്ലേ? അത് ഈ പറയുന്ന മെസ്സേജും ഇതിനപ്പുറമുള്ള വേട്ടക്കാരനായിരുന്നില്ലേ? അയാൾ വേട്ടക്കാരനാണ് എന്ന് അവിടുത്തെ BJP പ്രാദേശിക നേതൃത്വം നിങ്ങളെ അറിയിച്ചതല്ലേ? എന്നിട്ട് പ്രജ്വൽ രേവണ്ണയ്ക്ക് സീറ്റ് നിഷേധിക്കണം JD-യോട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി വേദിയിൽ പോയി സംസാരിച്ചു എന്ന് മാത്രമല്ല, പ്രജ്വലിന് കിട്ടുന്ന ഓരോ വോട്ടും മോഡിക്ക് കിട്ടുന്ന വോട്ടാണെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അപ്പോൾ ആ വാട്ടർ ബോട്ടിൽ പറയുമ്പോൾ ധാർമ്മികതയെപ്പറ്റി നിങ്ങളോട് സംശയം ഉണ്ടാവണം ശ്രീ ഉല്ലാസ് ബാബു. ഹാഷ്മി, ഞാനിപ്പോൾ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി തന്നെ മറുപടി തരാം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സമൃദ്ധിയായിട്ട് സമയം കിട്ടിയല്ലോ. അപ്പോൾ എനിക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് അവസരം തരണം. ആദ്യം അനൂപ് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ. അനൂപ് എന്താ പറയുന്നത്? VD സതീശൻ മാതൃക കാണിച്ചു. എന്തുട്ട് മാതൃകയാണ് അനൂപ് VD സതീശൻ കാണിച്ച? യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയത്. നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സിൽ വെച്ചിട്ട് പൂവിട്ട് പൂജിച്ചോന്ന്, നിങ്ങൾ അരിയിട്ട് വാഴിച്ചോ? അതിലെന്താ കുഴപ്പം? അയാൾ എന്തായാലും ദേശീയ നേതാവാനുള്ള എല്ലാ യോഗ്യതയും തെളിയിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കൊച്ചുമക്കളല്ലേ നിങ്ങളൊക്കെ? അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. പിന്നെ എല്ലാ കാര്യം ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ സാറ് ശ്രദ്ധാമാത എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസിനെ കുറിച്ച് നെഹ്റുവിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. OM മത്തായി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറ മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ കോൺഗ്രസ്സുകാരുടെ അഭ്യാസങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. രണ്ടാമത്തെ അനൂപേ, എന്ത് മാതൃകയെ നിങ്ങൾ കാണിച്ചേ? ഇയാൾ MLA അല്ലേ? നിങ്ങൾക്ക് വേണ്ടാത്തത് കോൺഗ്രസ് പാർട്ടി ചവച്ച് തുപ്പിയ സാധനത്തിന് പാലക്കാട് ജനത ചോക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടെ ചേട്ടാ നടക്കുക? അത് ഇയാളുടെ പേരിലുള്ള ആരോപണം എന്താ? ഈ പശു പുല്ല് കടിച്ച ജാതി നടന്ന് ഈ നാട്ടിലത്തെ പെൺകുട്ടികൾക്ക് ഹായ് 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 നയിച്ച് വേഷം കെട്ടുകൾ മുഴുവൻ അയച്ചിട്ട് എൻ്റെ അഭ്യാസങ്ങൾ കാണിക്കാനുള്ളതാണോ കേരളത്തിലെ പെൺകുട്ടികൾ? അനൂപിന് പെൺകുട്ടിയുണ്ടോ? അനൂപിൻ്റെ വീട്ടിൽ പെൺകുട്ടികളുണ്ടോ? അവർക്കൊരു 4 ഹായ് ഇവൻ അയച്ചാൽ അനൂപ് VD സതീശൻ്റെ മാതൃകാപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കോ? ഇവൻ്റെ വീട്ടിലുണ്ടല്ലോ ആൾക്കാർ, അവർക്ക് നമ്മൾ 4 മെസ്സേജ് അയച്ചു കൊടുത്താൽ, ഇവൻ കാണിച്ച് ഈ അഭ്യാസം കാണിച്ചു കൊടുത്താൽ അംഗീകരിക്കുമോ അനൂപെ? അപ്പം നിങ്ങളിതിനെ ന്യായീകരിക്കരുത്. വ്യക്തമായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. MLA സ്ഥാനം മാറ്റി നിർത്തിക്കൊണ്ട് ജനപ്രതിനിധിയാവാൻ യോഗ്യനല്ലെന്നും പ്രാപ്തിയില്ലെന്നും കൃത്യമായി നിങ്ങളുടെ പാർട്ടി മനസ്സിലാക്കിയാൽ വിത്തൗട്ട് എനി ഡിലേ ഇയാളെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് തയ്യാറാവണമായിരുന്നു. അല്ലാണ്ട് VD സതീശൻ്റെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനവുമില്ല. VD സതീശൻ അറിയാത്തതുകൊണ്ടാണോ സീറ്റ് കൊടുത്ത പാലക്കാട്? റാഫിക്ക് അറിയാത്ത അവൻ്റെ ചരിത്രം പാലക്കാട് സീറ്റ് കൊടുക്കുന്ന സമയത്ത്? രമേശ് ചെന്നിത്തലയ്ക്ക് നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാത്ത ചരിത്ര ഈ രാഹുൽ മാങ്കൂട്ടത്തിനിടെ നിങ്ങൾ സീറ്റ് കൊടുക്കുന്ന സമയത്ത്? അപ്പോൾ നിങ്ങളിതൊക്കെ അറിയാതെ ആണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. ഇവിടുത്തെ പരസ്യമായ രഹസ്യമാണോ ഇവൻ്റെ ഈ കയ്യിലിരിപ്പ് എന്ന് പറയപ്പെടുന്നത്? പിന്നെ നമ്മൾ ഒരു ചർച്ചയാകുമ്പോൾ അതിൻ്റെ മാന്യത വിട്ട് സംസാരിക്കണ്ടെന്ന് വിചാരിച്ച് സംസാരിച്ചാൽ പോയി വല്ല നല്ല കടുക്ക വെള്ളം തിളപ്പിച്ചിട്ടേ അതിൽ ചാമരിയിട്ട് കഞ്ഞി കൊടുക്കുക അവന്. എന്നിട്ട് പോയിട്ട് വല്ല ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ തലച്ചോറിനോ അവൻ്റെ മനസ്സിനോ ഞാൻ അവൻ്റെ എവിടെയാണ് കെട്ടിടേണ്ടത് വെച്ചാൽ നല്ല അമർത്തി കെട്ടിട്. അപ്പോൾ അവൻ്റെ ഈ അസുഖം മാറുള്ളൂ. കൂടുതൽ സംസാരിപ്പിക്കല്ലേ അനൂപേ? നിങ്ങൾ ഈ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇതിനെ അനൂപ് രാഹുലിന്റെ വക്താവായില്ല. ഹാഷ്മി ഉല്ലാസ് ബാബു, അനൂപ് ഒരു സമയത്തും രാഹുലിന്റെ വക്താവായില്ല. രാഹുലിന്റെ വക്താവ് തന്നെയാണ് അനൂപ്. അനൂപ് VD സതീശനിലൂടെ രാഹുലിന്റെ വക്താവായിട്ടൊരു സൂത്രപ്പണി കാണിക്കുകയാണ്. കോൺഗ്രസിന്റെ വലിയ സംഭവം നിങ്ങളെ MLA സ്ഥാനത്ത് മാറ്റി നിർത്തുന്നു. അപ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയം നിങ്ങളെ ഞാൻ അംഗീകരിക്കാം, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കാം, പിടിച്ച് മാറ്റി നിർത്താം MLA സ്ഥാനത്ത് നിന്ന്. ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സുപ്രീം കോടതിയിലെ അഭിഭാഷക പറഞ്ഞ കാര്യം എന്ത് അക്രമമാണ് അവർ പറയുന്നത്? ഇപ്പൊ അതെ ജബ്ബാർ എന്ന് പറയപ്പെടുന്ന എൻ്റെ വളരെ വേണ്ടപ്പെട്ട സഹോദര തുല്യനായിട്ടുള്ള സുഹൃത്തുണ്ട്. ജബ്ബാറിന്റെ മെസ്സേജ് വന്നിരിക്കുന്നതിനകത്ത് എന്താ മെസ്സേജ് എന്നറിയോ? 3 മക്കളാണ് അവർക്ക്. എന്താണ് ഇവർ പറയുന്നത്? ഇവരെന്ത് മോശത്തരമാണ് കാണിക്കുന്നത്? ഇവരുടെ ധാരണ എന്താണ്? കേരളത്തിലെ സകലവിധ സ്ത്രീകളുടെയും അമ്മയായിട്ട് ഇവർക്ക് അങ്ങോട്ട് അവരെ മുഴുവൻ തിരുത്തുന്ന പ്രവൃത്തി ഇവർക്കാണോ? പീഡിപ്പിക്കാനുള്ള അവകാശമാണ് ശരിയെന്ന് പറയപ്പെടുന്നത്. വസ്ത്രത്തിന്റെ അളവ് കുറവും കൂടുതലനുസരിച്ച് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ള രാഹുലിനെ പോലെയുള്ളവർ വരുമ്പോൾ അവരെ ന്യായീകരിക്കുന്ന നയമെടുക്കുന്നത് ഏത് മാന്യതയുടെ അടിസ്ഥാനത്തിലാണ്? ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് അവർ വിളിച്ചിരുന്നത്. അവർ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എഴുതിയിട്ടില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റാണ് അത്. നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ അങ്ങനെ എന്ത് തോന്നിയ എഴുതിവിടാവോ? സുപ്രീം കോടതി അഭിഭാഷകൻ അമ്മയായി എഴുതാനുള്ള അവകാശം നിങ്ങൾക്കില്ല. എന്റെ ഹാഷ്മി ചോദിച്ച കാര്യത്തിൽ BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ ഈ വക വേട്ട സ്വഭാവം കാണിക്കുന്നവർക്ക് നേരെ കൃത്യമായി നടപടിയെടുക്കണമെന്നുള്ള ഒരു സംശയമില്ലാത്ത അഭിപ്രായമുള്ള ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി
വ്യക്തമായി പറയുന്നു, MLA ആയി ജനപ്രതിനിധിയായി പാലക്കാടിന് കൊടുത്ത ഈ മുത്തുമണി കാണിച്ചിട്ടുള്ള പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് വളരെ മോശകരമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തേ. സാധാരണക്കാരായിട്ടുള്ള അതൊരു നല്ല കീഴ്വഴക്കം ഉണ്ടാക്കലാകും. കാര്യം രാജ്യത്ത് ഇപ്പോ MB ഗോവിന്ദൻ തന്നെ പറയുന്നത് രാജ്യത്ത് ഇന്നേ വരെ അച്ഛൻ ചമയിലൊന്നല്ല ഞങ്ങൾക്ക് ആവശ്യം. ശരി വി ആർ അനൂപ്, ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തന്നെ പറഞ്ഞത് രാജ്യത്തെമ്പാടും ഇത്രത്തോളം കണക്ക് MLA മാർ MP മാർ ആരും ലൈംഗികാതിക്രമത്തിൽ രാജിവെച്ചില്ല എന്നുള്ളതാണ്. ഇത് രാജിവെക്കുകയാണെങ്കിൽ കോൺഗ്രസ് കൊടുക്കുന്ന നല്ല കീഴ്വഴക്കമാണ്, അത് എപ്പോഴുണ്ടാവും. പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെയാണ് VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തുടക്കം കുറിച്ചത്. ഒരു താരതമ്യത്തിന് ഞാൻ മുതിർന്നതല്ല, പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് CPM-ന്റെയും അത് ശരിയല്ല ഉല്ലാസ് ബാബു. നിങ്ങൾ ആസിഫ ബാബുവിനെ ബലാത്സംഗം ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിയാണ് ഈ സ്റ്റഡി ക്ലാസ് ആവശ്യമില്ല. ഉല്ലാസ് ബാബു, ഇവിടെ ഒരു അവസരവാദ ധാർമ്മികത എന്ന പ്രശ്നമുണ്ട്. ഉല്ലാസ് ബാബു, ഇവിടെ അവസരവാദ ധാർമ്മികത എന്ന പ്രശ്നമുണ്ട്. ഇവിടെ ബ്രിജ്ഭൂഷൺ യാദവ് കാര്യം പറയുമ്പോൾ ഉല്ലാസ് ബാബു ഉണ്ടാവും. ഉല്ലാസ് ബാബു വ്യക്തിപരമായ നിലപാടെന്ന് എനിക്കറിയാം. BJP മിണ്ടാതിരിക്കും, പ്രജ്വൽ രേവണ്ണ BJP മിണ്ടാതിരിക്കും, യെദ്യൂരപ്പ പോക്സോ കേസിലെ പ്രതിയാ BJP മിണ്ടാതിരിക്കും. അവസരവാദ ധാർമ്മികതയിൽ ആരും മോശമല്ല കേട്ടോ. ഈ പറഞ്ഞ അവസരവാദ ധാർമ്മികതയിൽ ആരും മോശമല്ല. ശരി യെദ്യൂരപ്പക്കെതിരെ പോക്സോ കേസാ. ഉല്ലാസ് ബാബു തള്ളിപ്പറയോ? നിങ്ങളുടെ പ്രധാന സമിതി ഇപ്പോൾ ഇരിക്കുമല്ലേ? ഞാൻ പോട്ടെ. അതുകൊണ്ട് ആരും മാന്യന്മാരൊന്നും ഞാൻ വേണ്ട. ഇല്ല ആരും മാന്യന്മാരൊന്നും ഞാൻ വേണ്ട. പോട്ടെ. ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്ടർ ബോട്ടിലേക്ക് പ്രസക്തി ഇല്ലെന്നേ. ഇല്ല അനൂപ്, VR ഉല്ലാസ് ബാബു, താങ്കൾ VR താങ്കൾക്ക് വാദിക്കാനുള്ള പോയിന്റ് എന്നുള്ളത് വാദിക്കുന്നതാണെങ്കിലും ഇക്കാര്യത്തിൽ വാട്ടർ ബോട്ടിലേക്ക് പ്രസക്തിയില്ല. ശ്രീ സനോജ് ഓക്കെ ഭീഷണിപ്പെടുത്താണല്ലോ. വിട്ടെ. ശ്രീ സനോജ് ഒരു മിനിറ്റ്. ശ്രീ സനോജ് ഇവിടെ ശ്രീ സനോജ് ഇവിടെ രാജ്യത്ത് ഒരാൾ പോലും ലൈംഗികാതിക്രമ കേസുകളിൽപ്പെട്ട ഒരാൾ പോലും രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞത് MB ഗോവിന്ദനാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ആദ്യ രാജ്യം ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയാണ്. ശ്രീ സനോജ്, ഇത് രാജിവെക്കാതെ കോൺഗ്രസ് പാർട്ടിക്ക് പിടിച്ചേക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവ് VD സതീശൻ ഭയങ്കരമായ മാതൃക കാണിച്ചു എന്നാണ് പറയുന്നത്. മാതൃക കാണിച്ചു എന്ന് ഞാനോ അല്ലെങ്കിൽ ഈ ചർച്ച കേൾക്കുന്ന ഒരാളും കരുതും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആരോപണവുമായിട്ട് ആദ്യം രംഗത്ത് വന്ന പെൺകുട്ടി പറഞ്ഞത്, ഞാൻ അച്ഛനെ പോലെ കാണുന്ന VD സതീശനോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു, പക്ഷേ എന്നിട്ടും അയാൾക്ക് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ പരാതി VD സതീശൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നെ ആ പെൺകുട്ടി തുടക്കം മുതൽ തന്നെ വളരെ പക്വതയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി രേഖാമൂലമൊന്നും എവിടെയും പറയുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സതീശനെതിരെ കൂടുതൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ നമ്മൾ ആ കാര്യത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ സതീശനായി കഴിഞ്ഞാലും ഷാഫി ആയാലും ഈ രാഹുൽ മാങ്കൂട്ടമായി കഴിഞ്ഞാലും ഇവർ കേരളത്തിൽ ഒരു പുതിയ സംസ്കാരമാണ് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആരെയും ആക്ഷേപിക്കുക, തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന. ശരിയാണ്. സമയം കഴിഞ്ഞാൽ എല്ലാവരും മതിയായ സമയം സംസാരിച്ചെന്നാണ് എൻ്റെ ധാരണ. ഈ പറയുന്ന രീതിയിൽ ദീപ ജോസഫിനോട് വിളിച്ചിരുത്തി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചോദിക്കാൻ തന്നെയാണ്. അത് ചോദിക്കുകയും ചെയ്തു. അവർക്കതിന് എന്താണ് അവരുടെ മറുപടി നമ്മൾ കേൾക്കുകയും ചെയ്തു. ഓക്കെ, എന്തായാലും ഈ പറയുന്ന വാട്ടബോട്ടറിക്കോ മുകേഷിന്റെ കാര്യം പറയുന്നതിനോ പ്രജ്വൽ രേവണ്ണയുടെ കാര്യം പറയുന്നതിനോ ഈ പറഞ്ഞ യെദ്യൂരപ്പയുടെ കാര്യം പറയുന്നതിനോ ഒന്നും ഈ എന്താണ് പുറത്തുവരുന്ന തെളിവ് കുമാരത്തിനിടയിൽ പ്രസക്തിയേ ഇല്ല. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം ഒഴിയലാണ് രാഹുലിനും നല്ലത്, കോൺഗ്രസിനും നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.